മുൻഗാമികളായ ആളുകൾ ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യനെ രാവിലെ വേറൊരു ചെറുപ്പക്കാരനെ ഉപദേശിക്കും, മദ്യപിക്കലൂരെ, ലോട്ടറി എടുക്കലേ, പൈസ വാങ്ങിക്കലേ, ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദിയാവരെ. ഒരു മനുഷ്യൻ രാവിലെ അവന്റെ തെറ്റുകളല്ലാതെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരമാകുമ്പോ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും അവന്റെ കൂടെ ആടിത്തീർക്കാനും അവന് യാതൊരുവിധ മടിയുമില്ല. രാവിലെ അവന്റെ തെറ്റുകളെ കുറിച്ച് അവനോട് തന്നെ എതിർത്ത് പറയുന്നു. വൈകുന്നേരമാകുമ്പോ ആ മദ്യപിക്കുന്നവന്റെ കൂടെ, പൈസ വാങ്ങിക്കുന്നവന്റെ കൂടെ, ദൈവനിഷേധിയുടെ കൂടെ ഊട്ടിയിലേക്ക് പോകാനും കൊടൈക്കനാലിലേക്ക് പോകാനും യാത്ര പോകാനും ഇവന് യാതൊരുവിധ മടിയുമില്ല. എന്നാൽ അവനാണെങ്കിലോ നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനുമാണ്. അവൻ ആളുകളോട് ഇത് തെറ്റാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ കുടിച്ചു കൂത്താടുന്നവന് ഇങ്ങനെയുള്ള ആളുകളെ കാരണത്താലാണ്. ചൂതാട്ടം നടത്തരുതെന്ന് പറയും അവനോട്, പൈസ വാങ്ങിക്കരുതെന്ന് രാവിലെ പറയും, ലോട്ടറി എടുക്കരുതെന്ന് പറയും. വൈകുന്നേരം അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ, അവന്റെ കൂടെ വിനോദം പങ്കിടാൻ, അവന്റെ കൂടെ യാത്ര പോകാൻ യാതൊരുവിധ മടിയുമില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ മുൻഗാമികളെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇറ്റലിയിലെ പിമ്പി എന്ന് പറയുന്ന ഒരു നഗരം ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ആ ഇറ്റലിയിലെ പിമ്പിയില് ആയിരക്കണക്കിന് ആളുകൾ അമൃത ശരീരങ്ങളുടെ അവശിഷ്ടങ്ങളും മ്യൂസിയം പോലെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നഗരമാണ് ഇറ്റലിയിലെ പിമ്പി എന്ന് പറയുന്നത്. ആ നഗരത്തിന്റെ പ്രത്യേകത, ആണും പെണ്ണും യാതൊരുവിധം മറയില്ലാതെ ഒടുതുണി ബന്ധമില്ലാതെ ആളുകൾ പരസ്പരം തെറ്റിദ്ധരിച്ച നാടാണ് പ്യൂമ്പി. ആ പ്യൂമ്പിയില് ആളുകൾ റോഡ് വക്കിൽ നിന്ന് വ്യഭിചരിക്കുന്ന നാട്ടില് അവസാനം പ്രവാചകന്മാര് പറഞ്ഞ് ചെയ്യരുതേ ചെയ്യരുതേ. പക്ഷേ ആളുകൾ അത് സമ്മതിച്ചില്ല. അവസാനം ഒടുതുണി ബന്ധമില്ലാതെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവര് വ്യഭിചരിച്ച ഭൂമിയിൽ നിന്ന് തിളച്ചു മറിയുന്ന ലാവ പുറപ്പെട്ട് ആ തിളച്ചു മറിയുന്ന ലാവ അവരുടെ ശരീരത്തിലൂടെ വഴിഞ്ഞൊഴുകി അവര് മുഴുവനും ഉരുകി ഉരുകി തീർന്നു പോയെങ്കിൽ ഇന്നും പ്യൂമ്പിയിലെ മ്യൂസിയത്തിലേക്ക് കൊച്ചുകുട്ടികൾക്ക് പ്രവേശനമില്ല. കാരണം ആ കിടന്ന ആളുകൾ അതേപടിയാണ് മരിച്ചു പോയത്. ചിലര് കാല് മടക്കി വച്ച്, ചിലര് കാലുകൾ ഉയർത്തി വച്ച്, ചിലര് കൈകുത്തി അവരെ ചെയ്തിരുന്ന ദുർവൃത്തിയുടെ ആകൃതി അനുസരിച്ച് ആ രീതിയിലാ പറയുന്ന ലാവ ഒരു സമൂഹത്തെ തകരത്തെ തരിപ്പണമാക്കി മാറ്റിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്യൽ മാത്രമല്ല തെറ്റ് ചെയ്യുന്നതിനോട് വെറുപ്പുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു നമ്മളെ തെറ്റുകളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സലാമുല്ലാഹ് അലാ ത്വാഹ റസൂൽ. നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയൂ മനുഷ്യന്മാരെ. ആമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിമീ മില്ലത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് അത് ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്, നമ്രൂദിനെതിരെ. അതേപോലെ ഇബ്രാഹിം നബി 1000
ഇബ്രാഹിം നബി ലോക കുടുംബത്തിന്റെ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ഈ 4 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം മില്ലത്ത് 4 ഘട്ടങ്ങളിലാണ്. ഇത് കഴിഞ്ഞ് ഏകാധിപത്യത്തിലുള്ള പോരാട്ടം കഴിഞ്ഞപ്പോ പിന്നെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നമ്മൾ കാണുന്നത് കുടുംബ ജീവിതത്തിലാണ്. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. ആദ്യ ഭാര്യ സാറയാണ്, രണ്ടാമത്തെ ഭാര്യയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ആദ്യത്തെ ഭാര്യ സാറയാണ്. സാറാ ബീവിയുടെ വിവാഹ ബന്ധത്തിൽ മക്കളുണ്ടായില്ല. മക്കളില്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പിന്നെ മക്കൾക്ക് വേണ്ടി ഹാജറ ബീവിയെ കല്യാണം കഴിക്കണം. അക്കാലത്തിന് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കൂടുതൽ മക്കളുണ്ടാകാൻ വേണ്ടി രണ്ടാമതൊരു കല്യാണം. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒന്നുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് നിനക്കും ആരോഗ്യത്തിലും സമാധാനത്തിലൊക്കെ ആയിരുന്നത്. 2 കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഒരിക്കലും ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പറയാൻ എളുപ്പമാണ്. ചില ആളുകളൊക്കെ കഴിക്കാറുള്ളതൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ആദ്യത്തെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നേരെ പറഞ്ഞു കൂടിയിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ ജീവിതവും നിങ്ങൾ KSRTC ബസ് മാതിരിയാണ്. നഷ്ടമാണെന്ന് ഉറപ്പായിട്ടും പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി അർത്ഥത്തിൽ ഈ ജീവിതം KSRTC മാതിരിയാണ്. എന്ന് കണക്കൂട്ടി നോക്കിയാൽ അവസാനം കണക്ക് കൂട്ടുമ്പോൾ ഓട്ടോ ഉണ്ട്, നിറച്ച ആളുകൊണ്ട്, ഫുട്ബോളിൽ വരെ ആള് തൂങ്ങി നിൽപ്പിട്ടുകാനും. എന്നാലും വർഷം കണക്ക് കൂട്ടുമ്പോൾ നഷ്ടമാണ്. എന്നാൽ പിന്നെ പിറ്റേ ദിവസം ഒരു ഓടണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? നമ്മുടെ എല്ലാവരുടെയും ഒട്ടുമിക്ക ജീവിതവും KSRTC ബസ് വഴിയാണ്. നഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഓടുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരണം. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് കല്യാണം കഴിച്ചു ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജറ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളി സഹോദരിമാർ, പ്രാവശ്യം പള്ളിയുടെ അടിയിലാണ് അല്ലേ? അവസാനോട്ട് പോയിരിക്കും. പ്രാവശ്യം അവരെ കണ്ടിട്ടില്ല. ഏതായാലും ഹാജർ റളിയല്ലാഹു അൻഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ, ബലിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, ഈ കാലം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെരുന്നാൾ. ആരാ ഹാജറ ബീവി? ആധുനിക ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് 4 പോരായ്മകളുടെ പ്രതീകമാണ് ഹാജർ റളിയല്ലാഹു അൻഹ. 4 പോരായ്മ. ഒന്ന്, ഹാജറ ബീവി ഒരു അടിമയാണ്. അടിമകളെ ആരും അംഗീകരിക്കില്ല. അമീർ വർഗത്തിൽപ്പെട്ട അടിമ പെണ്ണാണ് ഹാജറ. ആരാ അടിമയെ അംഗീകരിക്കുക? കാലിൽ കിടക്കുന്ന ബുക്സിനേക്കാൾ കറുത്ത മനസ്സുള്ള, ഇന്നും വെള്ളക്കാരന്റെ വെടിയുണ്ട കയറ്റി പിടഞ്ഞു മറിയുന്ന കറുത്ത വർഗക്കാരന്റെ കുടുംബ പശ്ചാത്തലമാണ് ഹാജറ ബീവി. നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് 4 പോരായ്മ ഹാജറ ബീവി. നമ്മുടെ ആധുനിക ലോകത്തിന്റെ മാനദണ്ഡം. ഹാജറ അടിമയാണ്. അടിമയാരെയും അംഗീകരിക്കൂ? വീട്ടുവേലക്കാരൻ ആരെങ്കിലും ബെഡ്റൂമിൽ സ്പേസ് കൊടുക്കും. രണ്ടാമത് ഹാജറ വിദേശിയാണ്. വിദേശികളെ ആരെങ്കിലും അംഗീകരിക്കും? പറയാൻ സമയം. 2014 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പില് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു വനിത പ്രധാനമന്ത്രിയാകാൻ പോയപ്പോ കൂടെയുള്ളവര് തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ അവര് വിദേശിയാണ്, ഇറ്റലിക്കാരിയാണെന്ന്. അതുകൊണ്ടാണ് അവര് പ്രധാനമന്ത്രിയാവാതെ പോയത്. ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യമല്ല പറയാ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോയപ്പോഴും ആ പാവപ്പെട്ട സ്ത്രീക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പോരായ്മ സ്വന്തം ഭർത്താവ് തന്നെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും, സ്വന്തം അമ്മായിയമ്മയുടെ രക്തം കണ്ടിട്ടും ഈ നാട് വിട്ടു പോകാതെ ഇവിടെ തന്നെ നിന്ന് ആ സ്ത്രീക്ക് പറഞ്ഞ പോരായ്മ അവർ വിദേശിയാണെന്ന്. വിദേശികൾ നമ്മൾ അംഗീകരിക്കൂല. മൂന്നാമത് ഹാജറ ബീവിക്ക്, ഹാജർ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പോരായ്മയുണ്ട്. അത് ഹാജർ ബീവി കറുത്തവളായിരുന്നു. കറുപ്പിനെ ആർക്കാ ഇഷ്ടമുള്ളത്? ആർക്കാ ഇഷ്ടമുള്ള കറുപ്പ്? പെണ്ണന്വേഷിക്കുമ്പോഴേ വെളുത്ത പെണ്ണ് വേണം. അവൻ അമാവാസി ഇരുട്ടാണെങ്കിലും പെണ്ണ് വെളുത്തായിരിക്കും. നിങ്ങൾ ഈ മാട്രിമോണിയൽ പങ്ക് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ ഈ മാട്രിമോണിയൽ പേജുണ്ട്. അവിടെ കാണാം മുസ്ലിം യുവതി, 21 വയസ്സ്, BA BEd, ഉയർന്ന സാമ്പത്തികം, നല്ല തറവാട്, സാമാന്യം സൗന്ദര്യം.
കറുപ്പ് കറുപ്പെന്ന് പറഞ്ഞാൽ ആ കോളം പിന്നെ വേറൊരാൾ നോക്കില്ല. അതുകൊണ്ട് പത്രക്കാര് കണ്ടുപിടിച്ച ഏറ്റവും മനോഹരമായ കറുപ്പിനെ അവതരിക്കുന്ന ഒരു ഭാഷയാണ് സാമാന്യം സൗന്ദര്യം. കറുപ്പിനോട് ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തുവിന്റെ ഏറ്റക്കുറവാണ് ഒരാളെ കറുപ്പും വെളുപ്പുമാക്കുന്നത്. ആ കറുപ്പിനോട് സോക്രട്ടീസ് പറയുന്നു, ഗാന്ധിജി പറയുന്നുണ്ട് സോക്രട്ടീസിനെ കുറിച്ച്, മുഖത്ത് വസൂരിക്കരയുള്ള സോക്രട്ടീസ്. എന്റെ കണ്ണിൽ സോക്രട്ടീസ് സുന്ദരനാണ്, കാരണം അയാൾ സത്യം പറയുന്ന ആളായിരുന്നു. കറുത്തവരാണെങ്കിലും മുഖത്ത് വസൂരിക്കരയുണ്ടെങ്കിലും സോക്രട്ടീസ് എന്റെ കണ്ണിൽ സുന്ദരനാണ്, ഗാന്ധിജി പറയുന്നുണ്ട്, കാരണം അയാൾ സത്യം മാത്രം പറഞ്ഞ ആളാണ്, സത്യത്തിന് വേണ്ടി നിലനിന്ന ആളാണ്. കറുത്തവളായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. നാലാമതായി ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ട? പുതിയ കാലത്തെ സ്ത്രീകളോട് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും അഭിനയിക്കുന്ന ബിഗ് ബോസിന് ആര് വിജയിയാകുമെന്ന് കരുതി 2 റക്അത്ത് സുന്നത്ത് കൂടുതൽ നിസ്കരിക്കണം എന്റെ പ്രിയപ്പെട്ട മാപ്പിള പെണ്ണുങ്ങളോട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 4-ാം തീയതി ആര് ജയിക്കും എന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം 4-ാം തീയതി ഇപ്പൊ ആര് വന്നാലും പ്രശ്നമില്ല, ബിഗ് ബോസിൽ ഇപ്പൊ ആര് വരും എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ പ്രശ്നം. ഇനി സ്വന്തം ആരുടെ കൂടെ വിളിച്ചോടിയാലും കുഴപ്പമില്ല, നമ്മുടെ കുട്ടിക്ക് കിട്ടുമെന്നുള്ള ബേജാറിലാണ് നമ്മുടെ നാട്ടിലെ ഒരുമാതിരി പെണ്ണുങ്ങളല്ല. വൃത്തികേടിനും ആഭാസത്തിനും ഇത്രമേൽ വീട്ടിലെ ഉറക്കറകളിൽ പോലും സ്ഥാനം കൊടുക്കുന്ന ഒരു അശ്ലീല സമൂഹം ഈ അടുത്ത പരിസരങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അശ്ലീലമെന്ന് ഉറക്കെ പറയേണ്ടതിന്, അനാവശ്യമെന്ന് ഉറക്കെ പറയേണ്ടതിന് ദൃശ്യവാളികളിൽ വരുമ്പോ അത് അവരവരുടെ ബെഡ്റൂമുകളിൽ പോലും കയറ്റിക്കൊണ്ടുവരുന്ന ഈ അശ്ലീലങ്ങളെ നന്നായി മഹത്വവൽക്കരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. 4-ാമതായി ഹാജർ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പോരായ്മയുണ്ടായിരുന്നു നമ്മുടെയൊക്കെ കണ്ണിൽ. അത് ഹാജർ പെണ്ണായിരുന്നു എന്നതാണ്. അവരുടെ സ്ത്രീയായിരുന്നു. ഒറ്റയ്ക്ക് പോയാൽ അവളെ തന്റെ കിടപ്പറയിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്ന, സന്ധ്യാസമയം തന്റെ വെളിച്ചത്തിന് നടന്നു പോയാൽ പിച്ചിച്ചി നിന്ന ലോകത്തിന്റെ മുമ്പിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു പോരായ്മയുടെ പ്രതീകമായിരുന്നു ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇത് മാത്രം മനസ്സിലായാൽ മതി. പക്ഷേ ലോകത്തിൽ ഒരു പെണ്ണിന് കിട്ടാത്ത സൗഭാഗ്യം അല്ലാഹു കൊടുത്തത് ഹാജറ ബീവിക്കാ. ഈ ആധുനിക ലോകത്തിന്റെ കണ്ണുകളും വ്യവസ്ഥയും അനുസരിച്ച് 4 പോരായ്മയുണ്ടെങ്കിലും ആ ഹാജറ ബീവി അടിമവർഗത്തിൽപ്പെട്ടവളാ. ഹാജർ ബീവി വിദേശിയാ, ഹാജർ ബീവി കലകരുത്ത പെണ്ണാ. ആ ഹാജറ സ്ത്രീ എന്ന് പറയുന്ന പരിമിതിയെ നമ്മളൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തതാ. ഇത്രമേൽ പോരായ്മകൾ ഉണ്ടായിട്ടും കൈമാലയം പുനർനിർമ്മിച്ച ഇബ്രാഹിം നബിക്ക് കൈമാലയത്തിന് മുമ്പിൽ കബറടക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം നബിയുടെ കബർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിയില ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ പാദപതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട കൈമാലയത്തിന് അവരെ കബറടക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷോപലക്ഷം ജനങ്ങളെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് സദാസമയം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹാജിമാരുടെ പാദപതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കൈമാലയത്തിന്റെ മത്താവിലെ കബറടക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു പെണ്ണാരാ. ആ പെണ്ണിന്റെ പേരാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും തൽബിയത്ത് ചൊല്ലി സദാസമയം നടന്നു പോകുന്ന, തൽബിയത്ത് കേട്ടുറങ്ങുന്ന ആ ഒരു പാവപ്പെട്ട പെൺകുടിയുടെ പേരാണ്. പരിമിതികളും പരാതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും ഏറെയുണ്ടെങ്കിലും പടച്ചവന്റെ പരലോകം കാമിച്ച് പതിതേ പോലെ പരലോകത്തോട്ട് കടന്നുപോയാൽ ഒരു സ്ത്രീക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനത്തിന്റെ പേരാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഹാജറ ബീവി കൈമാലയത്തിന്റെ മത്താവിലെ കബറടക്കപ്പെട്ടതാ. ഇന്നും കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എവിടേക്കാ? ഒരു ഭാഗമുണ്ട് കൈമാലയത്തിന്റെ മത്താവിൽ തവാഫ് ചെയ്തിട്ട് നിസ്കരിക്കാൻ പോകുന്ന സ്ഥലമാരുടെ സ്ഥലമാണെങ്കിൽ പിതാവിന്റെ സ്മാരകം മഖാമു ഇബ്രാഹിം. ആ മഖാമു ഇബ്രാഹിം നിലനിൽക്കുന്നത് എവിടെയാ? കൈമാലയത്തിന്റെ മത്താവില്. അതിലാണ് ആ ഭർത്താവിന്റെ ഭാര്യ കബറടക്കപ്പെട്ടത്. വാപ്പയുടെയും ഉമ്മയുടെയും സ്മരണ പറമ്പുകളുടെ മറുഭാഗത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ട് പൊന്നുമോന്റെ സ്മരണ ഹിജർ ഇസ്മായിൽ.
ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ലക്ഷോപലക്ഷം ആളുകൾ സമ്പത്ത് മുടക്കി കടന്നു പോകുന്നത് ഇബ്രാഹിമി മില്ലത്തിന്റെ മൂന്നാമത്തെ പരിചയം ഏറ്റവും നല്ല കുടുംബനാഥനായി, ഏറ്റവും നല്ല കുടുംബത്തിലെ പെണ്ണായി, ഏറ്റവും നല്ല മകനായി ഇബ്രാഹിം നബി ലോകത്തോട് മാറാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് മാറാൻ കഴിയട്ടെ. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ സ്വന്തം ഭാര്യയുടെയും പിഞ്ചുവൈദ്യരുടെയും പിടിച്ച് നടന്നു പോകുമ്പോ ഒരു സമയത്തെത്തുമ്പോ ഇബ്രാഹിം നബി ആംഗ്യം കാണിക്കുന്നുണ്ട്. ഹാജറ നിൽക്കവിടെ, ഹാജറ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആധുനിക ലോകത്തിലെ ഹാജറമാരോട് ഇബ്രാഹിം നബി നിൽക്കാൻ വരമുടിയോ വാമൊടിയോ പറഞ്ഞില്ല. ആരുമില്ലാത്ത മരുഭൂമിയിൽ ഇങ്ങനെ ഒന്നിച്ച് നടക്കുമ്പോ ആംഗ്യം കാണിച്ചു. അവിടെ നിന്ന് ഹാജറ ബീവി ഒറ്റക്കാത്തയത്തെ കണ്ണെത്താ ദൂരത്തോളം ഭർത്താവ് പോകുമ്പോ പരിഭ്രാന്തിയോടെ വിളിക്കുന്നുണ്ട്. അമറത്തല്ലാഹുവേ ഹാദാ, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? തിരിഞ്ഞു നോക്കാതെ ഭർത്താവിന്റെ മറുപടി നിഅമ്മത്. അപ്പുറത്ത് നിന്ന് ഭാര്യയുടെ ആത്മകഥ കൊണ്ട് ഇതല്ല യുബീയനാ, എന്നാൽ അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല. സഹോദരാ, പാരാമൗലം പോലെ പരന്നു കിടക്കുന്നൊരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യതയില്ലാത്ത, നെഞ്ചുപൊട്ടി കരഞ്ഞാലൊരു മനുഷ്യനോട് വരാത്ത മരുഭൂമിയിൽ ഒരക്ഷരമുരിയാടാട് പടച്ചറപ്പിന്റെ തീരുമാനത്തിന് വിധേയത്വം പ്രഖ്യാപിച്ച് നടന്നു പോകുമ്പോ ആ ഭർത്താവിന്റെ കൂടെ നിന്ന് പെണ്ണിന്റെ പേരാണ് ഹാജറ റളിയല്ലാഹു അൻഹാ. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേതെന്ന് ആരെണ്ണം എണ്ണി പറഞ്ഞപ്പോ അതിന് നാലാമത് പറഞ്ഞ അനുഗ്രഹമേതെന്നറിയോ? വംറഅത്തുൻ തുഹീനു അലാ ദീനിഹി. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിന് നാലെണ്ണത്തിലൊന്ന് ദീനിന്റെ കാര്യത്തിൽ അവളെ സഹായിക്കുന്ന സ്ത്രീയാ. പള്ളിക്ക് 10 ലക്ഷം കൊടുക്കണം, താഴേക്കോട് പള്ളിക്ക് വേണ്ട നിങ്ങൾ 1 ലക്ഷം കൊടുത്താന്ന് പറഞ്ഞാ മതി എന്ന് പറയുന്ന പെണ്ണല്ല. അവരൊക്കെ 50 കൊടുത്തുള്ളൂ, നിങ്ങൾക്ക് മൂച്ചിപ്പിനാകുന്നു എന്ന് ചോദിക്കുന്നതല്ല. ആര് കൊടുത്താലും കൊടുക്കില്ലെങ്കിലും നമ്മുടെ മഹലിലെ പള്ളിയല്ലേ, പടച്ചോന് മുമ്പിൽ പ്രതിഫലം കിട്ടുന്നതല്ലേ. കൊടുത്തോളൂ കൊടുത്തോളൂ. അവസാനം കയ്യിൽ കിടന്ന വളയും ഊരിക്കൊടുത്തിട്ട് എന്റെ വകയായിട്ട് ഇതെന്ന് പറയുന്ന സ്ത്രീകളില്ലേ, അള്ളാഹു അവർക്ക് ഹാജറ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരി, ഭർത്താവ് ഫലസ്തീനിലേക്ക് പോയി. ആ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിൽ പൊന്നുമോൻ ഇസ്മായിൽ കാലിൽ കിടന്ന് കയ്യിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ ഇന്ന് കബയിരിക്കുന്ന കബാലയത്തിന്റെ മുറ്റത്ത് ചോര പൈതലിനെ ഇരുത്തിയിട്ട് ഒരു തുള്ളി വെള്ളം നേടിയിട്ടൊരു പാവപ്പെട്ട കറുകരുത്തമുണ്ട്. അതേവരെ ചരിത്രത്തിൽ അറിയാത്ത 2 മലക്കെട്ടിന്റെ പാറക്കെട്ടിന്റെ മുകളിലൂടെ ഓടുന്നു. ഒരു കറുകരത്ത കറുമ്പിപ്പെണ്ണ് സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടുന്നതിന്റെ ഇടയിൽ തിരിഞ്ഞു നോക്കുമ്പോ കൈവാലയത്തിന്റെ മുറ്റത്ത് കൈകാലിട്ടടിച്ച് കരയുന്ന ഓമന പൈതൽ ഇസ്മായിലിനെ തിന്നാൻ ചെന്നായ വായു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഫാമലയുടെ മുകളിൽ പാറക്കല്ലിൽ ചവിട്ടിയിട്ട് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ചോര പൈതൽ വെള്ളത്തിന് നേസിച്ചപ്പോ ഞാൻ വന്നതാണ്, എന്റെ പൈതലിനെ തിന്നാൻ ചെന്നായ വാ പൊളിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചത് എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചിട്ടല്ല, ഒരു വേണ്ടാത്ത കർമ്മം ഹാജർ ചെയ്തിട്ടല്ല. നിന്റെ കൽപ്പനയ്ക്ക് അനുസരണപ്പെട്ടാണ് എന്റെ ഭർത്താവ് പോയതെങ്കിൽ, എനിക്ക് ഈ അവസ്ഥ വന്നതെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ റബ്ബേ. സഹോദരി സങ്കടത്തോടെ തന്റെ കുഞ്ഞിനെ കാവലിൽ ചോദിച്ച ഉമ്മയുടെ മുമ്പിൽ പകുതിയുടെ നിയമം വഴിമാറി തിരിച്ചു വരുന്നത് വരെ പിഞ്ഞു പൈതലെ ചെന്നായ കുഞ്ഞ് മുട്ടുമുടക്കിയിട്ട് കാവലിരുന്നുവല്ലോ. ആ കരിമ്പാറക്കെട്ടിലൂടെ കറകറുത്ത പെണ്ണോടി നടന്നപ്പോ ആ കരിമ്പാറക്കെട്ടിന് പടച്ചവൻ കൊടുത്ത പ്രതിഫലമേതാ? ഇന്ന സഫാവൽ മറുവത്തമിന് ശായിരില്ല. സഫയും മറുവയും അല്ലാഹു
അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമോന് വെള്ളം തേടിയിട്ടൊരു കറുകറുമ്പി അമേര് വർഗത്തിൽപ്പെട്ട പെണ്ണ് നടന്നു പോയ പാറക്കെട്ട് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാകുമ്പോ നിങ്ങളെ ഒരു ഹാജരാവുക, സമർപ്പണത്തിന്റെ ബോധമാവുക. ചുരുക്കി പറയട്ടെ, 8 വർഷക്കാലം മരുഭൂമിയിൽ പുല്ലില്ലാത്ത, ഒരു സസ്യമില്ലാത്ത, വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കുഞ്ഞിനെ വളർത്തി 10 വർഷത്തോളം. 10 വർഷം കഴിഞ്ഞ് ഇബ്രാഹിം നബി തിരിച്ചു വരുമ്പോ 10 വയസ്സുള്ള ഇസ്മായിൽ പോയി ചേർത്ത് പിടിക്കുന്നുണ്ടപ്പായെ. ഇതേവരെ കണ്ണുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയാത്ത പ്രായത്തിൽ ഇട്ടിട്ട് പോയ ഉപ്പായെ 10 വർഷം കഴിയുമ്പോ ഇതെന്റെ ഉപ്പ ഇബ്രാഹിമാണെന്ന് പറഞ്ഞ് ആ വാപ്പയെ കെട്ടിപ്പിടിക്കാൻ മാത്രം ആ മകന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉപ്പാന്റെ ചിത്രത്തെ കുത്തിവെച്ചതാരാ? കുത്തിവെച്ചു കൊടുത്തതാരാ? ഇപ്പൊ വന്നപ്പോ ഓടിച്ചെന്ന് വിളിച്ചു. ഉപ്പാനെ കണ്ട പ്രായമില്ല, തിരിച്ചറിയാൻ പ്രായമില്ല. 10 വർഷം കൊണ്ട് ഉപ്പാന്റെ ചിത്രത്തെ ആ ഹൃദയത്തിൽ കുത്തിവെച്ചു കൊടുത്തരാ? ആരാ മനുഷ്യന്മാരെ? ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. ഓരോ സമയത്ത് കുട്ടിയെ മടിത്തിട്ട് മോനെ നിന്റെ ഉപ്പ ഇബ്രാഹിം പലസ്തീനിലാണ്, ഉപ്പ ഇബ്രാഹിം പലസ്തീനിലാണ് എന്ന് പറഞ്ഞു കൊടുത്ത ഉമ്മ. ആ ഉമ്മ വേണം നമ്മുടെ വീട്ടിൽ. നമ്മുടെ ഉമ്മമാരെ ഹാജരാവണം. പിഞ്ചു മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോ, അവർക്ക് KFCയുടെ ബ്രോസ്റ്റ് വാങ്ങിച്ചോണ്ട് കൊടുക്കുമ്പോ, ഓരോ ഉരുള ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോഴും മക്കളെ ഈ ഭക്ഷണം ഏതെന്നറിയോ? എന്റെ പാവപ്പെട്ട ഉപ്പ ഗൾഫിൽ കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് അയച്ചു തരുന്ന റിയാലാണ് മക്കളെ ഈ ഭക്ഷണം. എന്റെ വാപ്പ കടേക്കോടങ്ങാടിയില് രാവും പകലില്ലാതെ ഓട്ടോറിച്ച് ഓടിച്ചിട്ട് കിട്ടുന്ന പൈസയിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണ് മക്കളെ ഈ ഭക്ഷണമെന്ന്. ഓരോ ഉരുള ഭക്ഷണം മക്കളുടെ വായിലേക്ക് വെച്ച് പോകുമ്പോ ആ സമയത്തൊക്കെ ഉപ്പാന്റെ കഷ്ടപ്പാടിനെ കുറിച്ച്, ഉപ്പാന്റെ ത്യാഗത്തെ കുറിച്ച്, ഉപ്പയുടെ രോഗത്തെ കുറിച്ച്, മോനെ 10-300 ഷുഗർ നിന്നിട്ടും ആ മനുഷ്യൻ അധ്വാനിച്ചതാണ് ഈ നമ്മുടെ ഭക്ഷണമെന്ന് നിരന്തരം നമ്മുടെ മക്കളോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഹാജറമാരുടെ മുമ്പിലാണ് ഇസ്മായിലുമാരുണ്ടാവുക. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. മനുഷ്യന്മാരെ ഉപ്പമാരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഭക്ഷണം മാറി കൊടുക്കുമ്പോ എന്റെ തന്തയുണ്ടല്ലേ പോയിട്ട് 3 വർഷമായാൽ, എന്റെ തന്തയുണ്ടല്ലേ രാവിലെ പോകും 10 മണിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുക. എന്റെ പൊന്നുമ്മമാരെ അങ്ങനെയല്ല. പെണ്ണുങ്ങൾക്ക് എന്തറിയാം? മാസാമാസം 10,000 രൂപ അയക്കണം. അത് അയക്കാൻ വേണ്ടി പ്രവാസി കയറാൻ വേണ്ടി വരുമ്പോഴാണ് ടാക്സി വിളിക്കാൻ 10 റിയാൽ കൊടുക്കണം. അതുകൊണ്ട് ലുലു എക്സ്ചേഞ്ചിലേക്ക് അവൻ നടന്നു പോകും. ഇപ്പുറത്തൂടെ നടന്നാൽ എക്സിറ്റ് വഴി പോയാൽ 5 മിനിറ്റ് മതി. 10 റിയാല് ടാക്സിക്ക് കൊടുക്കാതിരിക്കാൻ നടന്നു പോയി ലുലുവിൽ പോയി പൈസ അയക്കും. എന്നിട്ട് മെസ്സേജ് അയക്കും, പൈസ ബാങ്കിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ട്, പോയി വാങ്ങിച്ചോളാൻ. ആ ഭാര്യ അപ്പൊ തന്നെ ടാക്സി വിളിച്ചു പോയി. അവൾ 1000 രൂപ കൊടുത്ത് കാറ് വിളിച്ച്, അല്ലെങ്കിൽ കൊച്ചാപ്പാടെ മോനെ വിളിച്ച് എണ്ണ പഠിച്ച് AFC വാങ്ങിച്ച് അവള് പോയി അത് വാങ്ങിച്ചോണ്ട് വരും. പക്ഷേ ആ 10 റിയാൽ അവൻ ലാഭിച്ചത് നടന്നു പോയിട്ട്. എന്റെ പൊന്നു സഹോദരിമാരെ, ജീവിതത്തിൽ മക്കളോട് വാപ്പയുടെ ത്യാഗത്തെ കുറിച്ച് പറയുന്ന ഹാജറിന്റെ ത്യാഗത്തെ കുറിച്ച് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു തിരിച്ചുണ്ടാവണം. മക്കളെയും പിടിച്ച് കാറിൽ വാപ്പയും മക്കളും കൂടെ സ്വകാര്യമായിട്ട് ഒന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോ മക്കളെ ഒരു ദിവസം നോക്കിയപ്പോ മക്കൾ ഉമ്മയോട് കയർക്കുന്നു. അപ്പം പാപ്പ വിചാരിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടെണ്ണം എനിക്കോ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നാവിക്കടി കിട്ടും, മക്കളെങ്കിലും പറയട്ടെ എന്നല്ല. നോക്കിയപ്പോ മക്കൾ ഉമ്മയായിട്ട് കയറിക്കാൻ. അപ്പൊ നമ്മൾ ഉള്ളാലെ ചിരിക്കലല്ലേ, എന്നെ കൊണ്ട് പറ്റാത്ത മക്കളെങ്കിലും പറയൂ. അങ്ങനെയില്ല. ഉമ്മായോട് മക്കൾ കയറുന്നത് കണ്ടാൽ അപ്പോഴൊന്നും ഇടപെടരുത്. വൈകുന്നേരം മക്കളെ വണ്ടിയിലേക്ക് എത്തിയിട്ട് അങ്ങാടിയിലോട്ട് പോകുമ്പോ മക്കളോട് പറഞ്ഞ മക്കളെ ഉപ്പാക്കൊരു കാര്യം പറയണം, ഇത് ഉപ്പ എന്നെ നിങ്ങൾ എത്ര സങ്കടപ്പെടുത്തിയാലും ഞാൻ സഹിക്കും, പക്ഷേ നിങ്ങളുടെ ഉമ്മാനെ സങ്കടപ്പെടുത്തിയാൽ എന്റെ പൊരുത്തുണ്ടാവില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് എന്റെ കൂടെ വന്നവളാണ് അവൾ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഈ കാറും വീടും ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നുമില്ലാത്ത സമയത്ത് എന്റെ കൂടെ പട്ടിണി കിടന്നവളാണ് അവൾ. ഒന്നുമില്ലാത്ത സമയത്ത് എന്റെ നാട്ടുകാരും വീട്ടുകാരും എനിക്കെതിരെ നിന്ന സമയത്ത് എന്റെ കൂടെ മരിക്കാനാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവളാണ് അവൾ. ഒന്നുമില്ലാത്ത സമയത്ത് അവളുടെ സ്വന്തം വളയും ഊരി എന്റെ കയ്യിൽ തന്നവളാണ് അവൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് പ്രശ്നമില്ല. അവിടെ ഉമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന് സ്വകാര്യമായി പറഞ്ഞു കൊടുക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും വീട്ടിലാണ് ഇസ്മായിലുമാര് പറക്കുക. അങ്ങനെ അള്ളാഹു ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്റെ പൊന്നു സഹോദര, രാത്രി ഇബ്രാഹിം നബി
ഭാര്യയോട് പറഞ്ഞു, തലയണ മന്ത്രമല്ല, ഭാര്യയോട്, മോളെ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, എന്തേ നമ്മുടെ മോനെ അറുക്കണമെന്ന്. 10 വർഷം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ദിവസം പറയാ, ഇത്രയും നാള് നീ കഷ്ടപ്പെട്ട് വളർത്തിയ മോനെ അറുക്കണമെന്ന്. അവിടെയാണ് ഹാജർ റളിയല്ലാഹു അൻഹു, ആയിക്കോട്ടെ അല്ലാഹുടേതല്ലേ, ആയിക്കോട്ടെ അള്ളാഹുവിന്റേതല്ലേ. അതെ, പിറ്റേ ദിവസം രാവിലെ മൂർച്ചയുള്ള ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ മകനെയും മറുഭാഗത്ത് പിച്ചാത്തിപ്പിടിയും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാഴ്ച കണ്ട് ഈത്തപ്പന മരത്തിന്റെ ഓലകളിലുള്ള ആ ചെറിയ കുടിലിൽ പിടിച്ചുകൊണ്ട് ഹാജർ ബീവി നിൽക്കുമ്പോ സഹോദരാ നിലവിളിച്ചില്ല, ആളുകൾ വിളിച്ചു കൂട്ടിയില്ല. ആ വാപ്പയും മകനും മൂർച്ചയുള്ള പിച്ചാത്തിയുമായി മലയുടെ മുകളിലെത്തിയിട്ട് പാറക്കെട്ടിലേക്കും മകന്റെ കഴുത്തിറക്കാൻ ലോക ചരിത്രത്തിന് നിർണായകമായ ചരിത്രം തുടങ്ങുകയാണ്. പാറക്കെട്ടിലേക്ക് മലത്തെ കടത്തിയിട്ട് കഴുത്തിറക്കാൻ പോകുമ്പോ ആ കഴുത്തിറക്കുന്ന മകൻ പറയാണ്, ഉപ്പാ കഴുത്തിറക്കാൻ പോവുകയാണോ? ധാരാളം നരബലി കണ്ട കാലത്ത്, ധനം കിട്ടാൻ വേണ്ടി മകളെ കലി കൊടുത്ത കാലത്ത്, സ്ത്രീകളെ കലി കൊടുക്കുന്ന മന്ത്രവാദികളുടെ കാലത്ത്, വീടിനടിയിൽ നിധിയുണ്ടെന്ന് പറഞ്ഞ് ഈ മനുഷ്യരെ കുരുതി കൊടുക്കുന്ന കാലത്ത്, മനുഷ്യ കുരുതിയുടേതല്ല, മനുഷ്യന്റെ ചോരയുടെ ചെഞ്ചാട്ടത്തേതല്ല. അത് ആ നേരത്ത് മകനായി ഇസ്മായിൽ പറയുന്നു, ഉപ്പാ എന്റെ കഴുത്തിറക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ എനിക്ക് ഉപ്പയോട് പറയാനുണ്ട്. എന്റെ മോനെ, ഒന്നാമതായിട്ട് ഉപ്പ എന്നെ നിങ്ങളെ കമഴ്ത്തി കിടത്തി കവറക്കണേ. എന്റെ മോനെ, മലത്തി കടത്തിയിട്ട് നിങ്ങളെ കഴുത്തിലോട്ട് കത്തി വെക്കുമ്പോ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കത്തിയുടെ പിടിമുറുക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല. അതുകൊണ്ട് എന്നെ മലർത്തി കിടത്തണ്ട, കമഴ്ത്തി കിടത്തിയിട്ട് കഴുത്തിറക്കണേ. രണ്ടാമതായി ഇസ്മായിൽ നബി പറഞ്ഞു, എന്റെ കൈയും കാലും നന്നായിട്ട് കെട്ടി മുറുക്കണം. എന്റെ മോനെ ഇസ്മായില്, പുതിയ നമുക്കിന്നൊരു മോനെ, എന്റെ കഴുത്തിങ്ങനെ അറുത്ത് ഞരമ്പ് മുറിയുമ്പോ വേദന കൊണ്ട് ഞാൻ കൈകാലിട്ടിടിച്ച് പിടയുമ്പോ കൈയും കാലും ഇട്ട് രക്തമൊലിച്ചിട്ട് ഉപ്പാന്റെ മോൻ മുമ്പിൽ കടന്ന് പിടയുമ്പോ ഉപ്പാടെ കയ്യിൽ നിന്ന് ഈ കടാറയുടെ പിച്ചാത്തിയുടെ കയ്യേക്ക് പോകും. അതുകൊണ്ട് എന്റെ കൈയും കാലും നന്നായിട്ട് കെട്ടിമുറുക്കണേ. മൂന്നാമത് പറഞ്ഞത് ഉപ്പാ, അങ്ങനെ എന്നെ തിരിയെടുത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട വസ്ത്രം, എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്, എന്റെ ഉമ്മാനെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. രക്തം പുരണ്ട എന്റെ കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്. എന്റെ പൊന്നുമ്മക്കത് സഹിക്കാൻ കഴിയില്ല. ഉപ്പാക്കത് സഹിക്കാൻ കഴിഞ്ഞാലും വെളിയിൽ സങ്കടം കാണിച്ചില്ല, അകത്തൊതുക്കി നിർത്തിയാലും പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അങ്ങനെ സഹിക്കാൻ കഴിയില്ല. ഉഫൂർക്കാട് മോൻ ജസീല് മരിച്ചിട്ട് 1 വർഷമാണ് ദുൽഹജ്ജ് 2-ന്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കഴിഞ്ഞ വാതിനെ അവരും അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ കയറി എന്നെ കണ്ടതേ സൂറത്തെ കരയാൻ പറയും. കുറെ പുറത്ത് കരയല്ലേ, കരയാതിരിക്കാൻ കഴിയില്ല. ഉമ്മമാരങ്ങനെയാണ്. വാപ്പ ഉള്ളിൽ കരഞ്ഞാലും ഉമ്മമാർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർക്ക് സമാധാനം കൊടുക്കണം. ആ പൊന്നുമോനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. പിടച്ചിട്ട് ഇസ്മായിൽ നബി പറഞ്ഞു, എന്റെ ഈ വസ്ത്രം ഉമ്മാനെ കാണിക്കരുതെന്ന് ഉമ്മാക്ക് സഹിക്കാൻ പറ്റില്ല. അനാമതൊരു ഉപ്പ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഉമ്മാനോട് ഇസ്മായിലിന്റെ സലാം പറയണം. ഞാൻ സ്വർഗത്തിൽ കാത്തിരിക്കേണ്ട ഉമ്മാനെ അവിടെ വന്നാൽ കാണാമെന്ന് പറയണം. ഈ ചരിത്രമൊക്കെ ചിലപ്പോ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാതെ നമ്മൾ വെമ്പുന്ന ചില സമയങ്ങളുണ്ട്. ഏത് പ്രഭാഷകനും അവന്റെ കണ്ടനാളങ്ങൾ ഈരണിയുന്ന സമയമുണ്ട്. ആ സമയത്ത് ലോക ചരിത്രത്തില് ഒരു കൗമാരക്കാരൻ ചെറുക്കൻ മലർന്ന് കിടന്നിട്ട് ഉപ്പാനോട് പറയാം, അടുത്തോ. പക്ഷേ എനിക്കൊരു അല്ലാഹുവിന്റെ തീരുമാനത്തിന് ഇടർച്ച വരുന്ന ഒന്നും ഉണ്ടാകരുത് എന്ന് പറയുമ്പോ കാലം പോലും ഈ വല്ലാതെ കഷ്ടപ്പെട്ടു നിന്ന ചരിത്രം മതിമറന്ന സമയത്താണ് ആകാശലോകത്ത് നിന്നൊരു വിളി വരുന്നത്. ഉപ്പാ മോനെ, ഉപ്പാ ഉമ്മ മോനെ, നിങ്ങൾ ഈ ലോകത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അത് സദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ വഫദൈനാഹു ബിദിബ്ഹിൻ അദീം.
ഇബ്രാഹിം നബിയെ, നിങ്ങളെ കണ്ട സ്വപ്നം ഇതാ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉപ്പയും ഉമ്മയും മകനും കൂടി വിശ്വാസത്തിന്റെ താറ്റ് കൊണ്ട് ഞങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കത്തി കൊണ്ടറുത്താൽ പച്ചമാംസത്തിന് കത്തിക്ക് മൂർച്ചയുണ്ടായില്ല, കരുത്തറക്കാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ കൊടുത്ത് ആ ആടിനെ അറുത്തോളൂ, നിങ്ങളുടെ ഈ ജീവിതം പൂർത്തിയായിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരാൻ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭാര്യമാരെ ഹാജരാവണം, നമ്മൾ ഇബ്രാഹിം ആകണം. എന്നാൽ നമ്മുടെ മക്കൾ ഇസ്മായിലാകും. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെ നടത്തി പോവുക. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറതങ്ങൾ കുത്തിയടിച്ചു തന്ന ഒരു പള്ളിയുടെ പരിസരത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ തലമുറയെ ആ വഴിയിലൂടെ നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ പള്ളി നാളെ വഖഫ് ചെയ്യപ്പെടുമ്പോ എന്റെ യുവാക്കളെ പള്ളികളെ നിറയ്ക്കേണ്ടത് നിങ്ങളാണ്. എന്റെ യുവത്വമേ പള്ളിയിൽ ഒന്നാമത്തെ സഫില് കാണേണ്ടത് നിങ്ങളാണ്. എന്റെ യുവത്വമേ, മഹാനായ പാപിയായ മനുഷ്യൻ കടലിലൂടെ യുവാക്കളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ ആ സമയത്ത് കടലിന്റെ അടിയിൽ വെച്ച് കാച്ചിക്കോളുമുണ്ടായി. എല്ലാവരും പറഞ്ഞ് എടുത്ത് ചാടിക്കോളൂ. ഒരൊറ്റ യുവാക്കൾ പോലും ചാടിയില്ല. 80 വയസ്സുള്ള ആ മനുഷ്യൻ കടലിലേക്ക് എടുത്ത് ചാടി തിരമാല മുകളിലൂടെ നീന്തി അദ്ദേഹം മറുകര എത്തി. യുവാക്കൾ ചോദിച്ചു, ഈ 80ാമത്തെ വയസ്സിൽ യുവാക്കളായി ഞങ്ങൾ പോലും ചാടിയില്ല, നിങ്ങൾ എങ്ങനെ ചാടി ഇങ്ങനെ വിജയകരമായി നീന്തിയെത്തി? മഹാനവറുകൾ പറയുന്നുണ്ട്, എന്റെ ഈ കൈയും കാലുമൊക്കെ ചെറുപ്പകാലത്ത് പടച്ചവന് വേണ്ടി ഞാൻ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചതാണ്. അതുകൊണ്ട് വാർദ്ധക്യകാലത്ത് പടച്ചവൻ വൈർദ്ധക്യകാലത്ത് അതിനെ സൂക്ഷിച്ചതിന് ആരോഗ്യം എനിക്ക് നിലനിർത്തി തന്നിട്ടുണ്ടെന്ന്. എന്റെ യുവാക്കളെ, ഈ പള്ളിയിൽ യുവാക്കൾ നിറയണം. സഹോദരിമാർക്ക് ഇവിടെ നിന്ന് വിജ്ഞാനത്തിന്റെ പ്രസരണം ഉണ്ടാവണം. നമ്മൾ ചെയ്ത ഓരോ സദഖകളും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം പേര് സദഖ ചെയ്തിട്ടാണ് ഈ താഴേക്കോട് ജുമാ മസ്ജിദ് ഇന്ന് ഈ രീതിയിലെത്തിയത്. ഇതിനു വേണ്ടി നിന്ന് ബഹുമാനപ്പെട്ട ഇതിന്റെ സ്വാഗതം ചെയർമാൻ കൺവീനർ ഒക്കെ പലപ്പോഴും വാട്സപ്പിൽ നിരന്തരമായി, എനിക്കറിയില്ല കാരണം ഈ ഒരു പള്ളിപണിയുമായി ഞാൻ പല പള്ളിക്ക് പൈസ ഭരിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് ഇതിപ്പോ നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി ധാരാളം താഴേക്കോടെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം പല ഭാഗത്ത് പ്രസംഗിക്കാൻ വരുന്നത് ആദ്യം ദൈവോട്ടിറയാണ്. അന്ന് തന്നെ ആർക്കും അറിയില്ല. പിന്നെ ലോകാവസാനം പ്രസംഗിച്ചതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത്. ആ ലോകാവസാനം കഴിഞ്ഞിട്ട് ഒടുക്കത്തെ നാള് എന്നോട് ഒരിക്കലും ഉമ്മുമ്മ ചോദിച്ചു, ഒരിക്കലും തിരൂര് വെച്ചാൽ ഒടുക്കത്തെ നാള് പ്രസംഗിച്ച് മുസ്ലിയാരല്ലേ? അപ്പൊ എല്ലാവർക്കും അറിയാം ഒടുക്കത്തെ നാള്. ചില ഉമ്മമാർ അവരുടെ ദുആ പ്രധാനമാണ്. താഴേക്കൂടെ ഒരു ഉമ്മയാണ്. അതുപോലെയുള്ളവരുടെ ദുആ, നമ്മുടെ ഉമ്മമാരുടെ ദുആ, ആ ദുആ വലിയ ബറക്കത്താണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാരെ കാഫിയത്ത് കൊടുക്കട്ടെ. അവരാ വീട്ടിലുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഒരാൾ വന്ന് നബിയോട് പറയുന്ന, നബിയെ, എന്നെ അനുജൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി, ഞാനിപ്പോഴും അവന് പൈസ ഉണ്ടാക്കി കൊടുക്കണം. നബി അങ്ങനെ അവൻ ഇൽമു പഠിക്കാൻ പോയതുകൊണ്ടാണ് നിനക്ക് അള്ളാഹു റിസ്ക് തരുന്നത്. വാർദ്ധക്യമുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കാരണത്താൽ അള്ളാഹുവിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് തരുന്നുണ്ട്. വാർദ്ധക്യം ഗഫൂർക്കാട് ഉമ്മയെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ ചെവി കേൾക്കാൻ പറ്റണില്ല, ദുആ ചെയ്യണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഈ ചെവിയിൽ അരിക്കത്തൊക്കെ ഇങ്ങനെ ഇട്ട് തൂങ്ങിപ്പോയത് കൊണ്ടാണ് ചെവി കേൾക്കാത്തത്, അത് ഊരിത്തരും, പള്ളിക്ക് കടം വിട്ടാൻ കൊടുക്കുക. അപ്പൊ എന്നോട് പൊന്നു ഉസ്താദെ അത് വരവാണ്. ഉമ്മ ആ സമയത്ത് അപ്പൊ കൈമ വളകടപ്പുണ്ട്, ഉസ്താദെ വരവാണ്. ആ ഒരു 19 വയസ്സുള്ളപ്പോഴും നമ്മളോട് ചേർന്ന് അവരുടെ ഓർമ്മകളും അവരുടെ ചിരിയും അവരുടെ തമാശയും അവരുടെ ദുആയും അത് നമ്മുടെ കുടുംബത്തിന്റെ വലിയ ബറക്കത്താണ്. അതുകൊണ്ട് വയസ്സായവരോട് ദേഷ്യപ്പെടും, ഈ കിളവിയെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയരുത്. ആ കിളവി ഉണ്ടായതാണോ ചങ്ങാതി നിന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്താണ്. ആ കിളവൻ ഉള്ളത് കൊണ്ടാണ് നിന്റെ സമ്പത്തിൽ അള്ളാഹു ഇത്രയും വലിയ ബറക്കത്ത് തന്നത്. അതുകൊണ്ട് അവർക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യും. ഇയാളൊരു ശല്യായല്ലോ എന്ന് കരുതരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും. എല്ലാരും ആ കിളവനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറയും. വയസ്സന്മാരെല്ലാം എന്ത് ചെയ്യണം? പടച്ചോനെ ഒരു ദുആ ചെയ്യണം. നബികൾ എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദിൽ ഉംറ
പടച്ചവനെ പടുവാർദ്ധക്യത്തിൽ എന്നെ പെടുത്തില്ലേ അല്ലാഹു. അറുതലിൽ ഉമ്മർ എന്ന കിടന്നുകിടപ്പിൽ മൂത്രം പോകുന്ന, കിടന്നുകിടപ്പിൽ കാഷ്ടം പോകുന്ന, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ അല്ലാഹു എത്തിക്കാതിരിക്കുമാറാകട്ടെ. ധാരാളം സദഖകൾ ചെയ്ത ആളുകളുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹ് തിമിർത്ത് പെയ്യുന്ന മഴയുടെ ഇടയിൽ പടച്ചോൻ ഇന്ന് വലിയ കാലാവസ്ഥ പ്രതികൂലാണെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് മനോഹരമായി സമാപിപ്പിക്കാൻ കഴിഞ്ഞു. കുറേ ലിസ്റ്റുകൾ വായിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പള്ളി അത് മനോഹരമാണെങ്കിൽ ഇനി ഒരു 19 ലക്ഷം രൂപയുടെ കടബാധ്യതയും കൂടിയുണ്ട്. ജനറേറ്റർ ഉണ്ടായിട്ടില്ല. അതേപോലെ സോളാർ വെക്കണം. ജനറേറ്റർ വളരെ പ്രധാനപ്പെട്ട, എത്ര നന്നാക്കിയിട്ട് കറണ്ട് പോകുമ്പോൾ പിന്നെ കൂലിട്ട് നിൽക്കാനാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ജനറേറ്റർ വാങ്ങിക്കണം. എല്ലാവരും ഒരു നല്ല സദഖകളായിട്ട് നാളെ ഉദ്ഘാടനത്തിനും ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ വെച്ചിട്ട് ജനറേറ്റർ ഇല്ല. നമ്മുടെ വലിയ വീടൊക്കെ പണിതിട്ട് അവസാനം രാവിലെ പാലുകാറ്റാകുമ്പോൾ ബാത്റൂമിന് കൊളുത്തുണ്ടാവും. വലിയ വീടൊക്കെ എല്ലാ പണിയിൽ നിന്ന് വിശിഷ്ടാതിഥികളെ വെക്കും. ഏറ്റവും അവസാനം കിട്ടാത്തൊരു സാധനം ബാത്റൂമിന് കൊളുത്തുണ്ടാവും. കൊളുത്തില്ലാത്ത ബാത്റൂം ഉണ്ടായി പിന്നെ ആ വീട്ടിൽ എത്ര വരുമെന്നുള്ളത് എല്ലാം തോന്നുന്ന ഒരു ജനറേറ്റർ കൂടെ വേണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി ആ വെളിച്ചം അല്ലാഹു നമ്മുടെ ഖബറിൽ എത്തിച്ചു തരട്ടെ. കുറെ കടബാധ്യതകളൊക്കെ വീട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം, അതിനുവേണ്ടി സഹായിക്കണം. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. കുറച്ച് ലിസ്റ്റ് വായിച്ച് പള്ളി പണിയുന്നതിന് തൊട്ടുമുള്ള ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അതുകൂടി ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമ്മൾ നിർബന്ധിക്കുകയൊന്നും ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ പള്ളി മനോഹരമാക്കി തന്നത് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നാസർമാഷ് പറഞ്ഞതുപോലെ ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് ഒരു സാമ്പത്തിക പിരിവ് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്നോട് പറഞ്ഞു, ഞാനും പറഞ്ഞു മനോഹരമായിട്ടൊന്നും ഭാഗമായിട്ട് പിരിവുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത നമ്മളെല്ലാവരും കൂടി കടയക്കൂടുകാർക്ക് എല്ലാവരും ഒരുമിച്ച് തീർന്നാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു 5.5 ലക്ഷം രൂപ നമ്മുടെ ഗഫൂർ സാഹിബ് മരണപ്പെട്ടു പോയ മകൻ മുഹമ്മദ് ജസീൽ ഈ ദുൽഹജ്ജ് 2 അവൻ്റെ ആണ്ടാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പേരിൽ ജസീലിൻ്റെ പേരിൽ ഒരു 5.5 ലക്ഷം രൂപ നമ്മുടെ ഇതിലേക്ക് സദഖ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗുരുത്വക്ക് പേര് അല്ലാഹു പൊന്നുമോൻ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ മാതാപിതാക്കൾക്ക് സബർ കൊടുക്കട്ടെ. അല്ലാഹു അവരെല്ലാം നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഒരു സഹോദരി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണ ലോക്കറ്റ് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിൽ ഒരു നാവ് കൊണ്ടെങ്കിലും ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അതോടൊപ്പം തന്നെ നാസർ മാഷ് പറഞ്ഞതുപോലെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മാഷ് വിളിക്കുമ്പോൾ എപ്പോഴും വാട്സപ്പിൽ എനിക്കിതിന് അപ്ഡേറ്റ് തരും. പണി ഇത്ര വരെയായി. അങ്ങനെ വർഷങ്ങളായി ഞാൻ വളരെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒന്നുകൂടിയാണ്. അത് പറയുക മാത്രമല്ല, താഴേക്കോട് പള്ളിയുടെ പണി എന്തായി ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് കാണാൻ വലിയ ആഗ്രഹമുണ്ടാകും. കരിങ്കല്ലത്താണിയിലെ റമദാൻ പ്രഭാഷണത്തിന് വരുമ്പോൾ എൻ്റെ ഡേറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് ഉമ്രയ്ക്ക് പോകണം, 2-3 വിദേശയാത്രയുണ്ട്. അപ്പം ഞാൻ എന്നെ കൂടി പങ്കെടുപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ഇതിൻ്റെ ഡേറ്റ് മാറ്റുകയും പങ്കെടുപ്പിക്കുകയും ചെയ്ത ഇതിൻ്റെ പരിപാലക സമിതിയോട്, സ്വാഗത സംഘത്തിനോട്, താഴേക്കോടുകാരോട് അഗൈതവമായ നന്ദി രേഖപ്പെടുക. പലരും അങ്ങനെ ചെയ്യാറില്ല. പൈസ പിരിക്കാനോ വിളിക്കാറില്ല. ഉദ്ഘാടനത്തിനാരും അങ്ങനെ ക്ഷണിക്കാറില്ല. നമ്മൾ ചില അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ എത്ര അങ്ങോട്ട് ചെയ്തു കൊടുത്താലും അവർ നമ്മളെ പരമാവധി അവഗണിക്കും. എത്ര ചെയ്തു കൊടുത്താലും അങ്ങോട്ട് കൊടുത്താലും പരമാവധി നമ്മളെ അവഗണിക്കും. ധാരാളം ചെയ്തു കൊടുത്താൽ ഉദ്ഘാടനത്തിനൊക്കെ പങ്കെടുപ്പിക്കണോ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. അള്ളാഹു ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കണം. എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് കരുതിയിട്ടായിരിക്കും എന്നാണ് ഉസ്താദ് പറയുന്നത്. അതെല്ലാവരും റെഡിമെയ്ഡ് മറുപടി. കല്യാണത്തിന് ഉസ്താദിന് തിരക്കാവൂന്ന് കരുതി എന്ന് വിളിച്ചില്ല. കല്യാണത്തിൽ വിളിച്ചില്ല പരിഭവമാണ്. ഉസ്താദിന് തിരക്കാന്ന് കരുതി വിളിക്കരുതെന്നാണ്. ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും സന്തോഷമുള്ള ചില പരിപാടികളുണ്ട്. അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ. താഴേക്കൂടി മസ്ജിദിനെ അള്ളാഹു വളരെ പ്രൗഢഗംഭീരമായി വെളി നോക്കിയാൽ അമൃതങ്ങൾ കുറ്റിയടിച്ച പള്ളി ആ പ്രൗഢഗംഭീരമായി തന്നെ നിലനിർത്താൻ
ഇതിന്റെ ആർക്കിടെക്റ്റിനും ഇതിന്റെ നിർമ്മാതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. ഇപ്പം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം ഇൻഷാല്ലാ ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് വരണം. ഇൻഷാല്ലാ വരൂലേ? ആരെയും കൂടുക. ഞാൻ നിങ്ങൾ വിളിച്ച 10 പ്രാവശ്യം വന്നു. ഇൻഷാല്ലാ എല്ലാവരും ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് ഒരു ദിവസം എല്ലാവരും സന്ദർശനത്തിനായി വരണം. അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി പള്ളി നിർമ്മിക്കാൻ വേണ്ടി സദഖ ചെയ്തവർ, മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് ഇൻഷാല്ലാഹ് നാളത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المكان المقرب عندك يوم القيامة. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم ربنا ذا الحبل الشديد والأمر الرشيد، نسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود والموفين لك باللهود. إنك رحيم ودود وإنك تفعل ما تريد. اللهم ارزقنا حج بيتك الحرم وزيارة قبر نبيك محمد صلى الله عليه وسلم مرة بعد مرة، نوبة بعد نوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അർഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ എത്രമേൽ പാപം ചെയ്താലും നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് റബ്ബേ. നീ പാപങ്ങൾ പുറത്തു തരുന്നവനാണ് റബ്ബേ. ഈ പുണ്യമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലക്ഷക്കണക്കിന് നിന്റെ കൈവാറിയിൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ച ഹജ്ജാജിമാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് നസുഹായ തൗബ ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയാ ഞങ്ങൾക്ക് നീ മഹാസൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ താഴേക്കോട് ജുമാ മസ്ജിദ് ഇത്രമേൽ ചെലവഴിച്ച് നിർമ്മിക്കപ്പെടുമ്പോ അതിനെ സദഖ ചെയ്ത പലരും ഈ ഖബർസ്ഥാനിലുണ്ട് അല്ലാഹ്. അവരും മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. ഖബറിൽ നീ കാഴ്ച കാണുന്ന പുണ്യാത്മാക്കളിൽ നീ അവരെ പെടുത്തണേ റഹ്മാനേ. ഈ പള്ളിക്ക് വേണ്ടി ചെറുതും വലുതുമായ സദഖ ചെയ്തവർ, മിമ്പറുകളും മെഹ്റാബുകളും സ്പോൺസർ ചെയ്തവർ, AC-ക്കും ടൈൽസിനും പെയിന്റിങ്ങിനും ഇലക്ട്രിക്കിനും എന്ന് വേണ്ട ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്. ഈ വിനീതൻ വാത് പറഞ്ഞപ്പോ ആശയോടെ പറഞ്ഞവരുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ തന്ന ഉമ്മവങ്ങന്മാരുണ്ട്. അവരുടെ എല്ലാവരും ആ സദഖ ചെയ്യുമ്പോ ഏത് മുറാദാണോ ഹസ്വിലാക്കണേ അല്ലാഹ്. നിന്റെ മസ്ജിദിന് വേണ്ടി അവർ സദഖ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ മാറ്റണേ റഹ്മാനെ. ഏതൊക്കെ രോഗങ്ങളുണ്ടോ ശിഫയാക്കണേ അല്ലാഹ്. അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അതിന് മേൽനോട്ടം വഹിച്ച കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പരിപാലന സമിതികൾ, നിന്റെ വീട് അവർ പണിതതുപോലെ അവരുടെ വീടുകൾ നീ ഏറ്റെടുക്കണേ റബ്ബേ. അതിനർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. പടച്ചവനെ, ഒരു സദഖയിൽ നീ നിരാശരായി മടക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഇൽമു പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. അവരൊക്കെ ഖബറിന്റെ ഉള്ളിലാണ് റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും വലിയ തക്കവയുള്ളവരൊന്നുമല്ല, അവരും നാടന്മാരാണ് റബ്ബേ. ഞങ്ങളെ വളർത്താൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാണല്ലോ. അവരുടെ ഖബറിൽ നീ ഒരുവിധ അദാബ് നൽകല്ലേ അല്ലാഹ്.
എന്തെങ്കിലും തെറ്റുകളുടെ പേരിൽ അവരെ ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ദുആന്റെ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ശിഫ നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ റഹ്മാനേ. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു, ഉസ്താദേ എല്ലാ ലൈവുകളും കേൾക്കുന്ന പെങ്ങളാ, കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിന്റെ രോഗലക്ഷണമുണ്ട്, നാളെ ഒരു ടെസ്റ്റിന് പോവാണെന്ന് വിളിച്ച് പ്രത്യേക ദുആ ചെയ്യാൻ ഹംദാനിലേക്ക് 6666 നേർച്ചയാക്കി തന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ആ സഹോദരിയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്, പൂർണ്ണമായി ഭേദമാക്കണേ റബ്ബേ. മരണം വരെ ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഈ സാധുക്കളക്കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങൾ തളർന്നു പോകുന്ന, ഞങ്ങളെ കിടപ്പിലായി പോകുന്ന മാരക രോഗത്തിൽ നിന്ന് കാക്കണേ റഹ്മാനേ, കാക്കണേ റഹ്മാനേ. ഞങ്ങളെ തളർത്തിക്കളയല്ല അല്ലാഹ്. അപകടത്തിൽപ്പെട്ട് ശരീരഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിച്ച് പിന്നെ വീട്ടിൽ കിടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ. ഐസിയുവിൽ കിടന്നു മരിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഐസിയുവിൽ കയറ്റി, വെന്റിലേറ്ററിൽ കയറ്റി, ഭാര്യയോടൊന്ന് സലാം പറയാതെ, മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാതെ, മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കാൻ കഴിയാതെ അതിന് കിടന്ന് തണുത്തുറഞ്ഞ് മരിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ സുബ്ഹാനഹു ഖുർആൻ ഓതിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. മോശമായ ആഖിറത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹുസ്നുൽ ആഖിബത്ത് തരണേ റഹ്മാനേ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൺകുളിർമേകുന്ന മക്കളാക്കി തരണേ റഹ്മാനേ. ഇവിടെ ആമീൻ പറയുന്ന ഓരോ ഉപ്പയും ഉമ്മയും മക്കളെ പ്രതീക്ഷയോടെ വളർത്തുന്നവരാണ്. അല്ലാഹുവേ, മക്കൾ കാരണത്താൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ്, വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഞങ്ങൾ അറിയില്ല റബ്ബേ, നീ അതറിയും അല്ലാഹുവേ. നിന്നെ മലക്കുകളുടെ കൈ പിടിച്ച് ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണേ അല്ലാഹ്. അപകട മരണത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ബൈക്കിലും സൈക്കിളിലും ഒക്കെ പോവുകയാണ്. നാളെ മുതൽ സ്കൂൾ തുറക്കുകയാണ്. രാവിലെ പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിന് തീയാണ് റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടത്തിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട ജസീൽ മോനെ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ റബ്ബേ. ആ പൊന്നുമോന് വേണ്ടി അവർ ചെയ്ത സദഖയും സാഹിബ് 5.5 ലക്ഷം രൂപ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നീ അതിനെ സ്വീകരിക്കണേ അല്ലാഹ്. മകന്റെ പേരിൽ ചെയ്ത സദഖ നീ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല പാരിതോഷികമാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നരകത്തിന്റെ തീയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതെന്റെ ഉപ്പയാണ് ഉമ്മയാണെന്ന് പറഞ്ഞ് കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മരണസമയത്ത് കെലിമ പറഞ്ഞ് മരിപ്പിക്കണേ റബ്ബേ. ഈ ഇസ്ലാമിക ലോകത്തിന് നീ മോചനം നൽകണേ അല്ലാഹ്. പിടഞ്ഞു വീഴുന്ന റഫയിലെയും ഗസയിലെയും കാൻയൂനിസിലെയും ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വിമോചനം നൽകണേ അല്ലാഹ്. അവരെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിന് കോട്ടം വരുത്തുന്ന ഭരണാധികാരികൾ നീ രാജ്യത്തെ കാക്കണേ അല്ലാഹ്. ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്നവരിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആമീൻ പറയുന്നതിലെ കച്ചവടക്കാരുണ്ട്, ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കൊച്ചു കൊച്ചു കട നടത്തുന്നവർ, ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർ, പ്രവാസികൾ, അവരെയൊക്കെ നീ കാക്കണേ അല്ലാഹ്. അവരെ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, അവരുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷം നൽകണേ റബ്ബേ. റാഹത്ത് നൽകണേ അല്ലാഹ്.
ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, കുടുംബ ജീവിതത്തില് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്, നീ അവർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, നീ അവർക്ക് കൂട്ടാളിയാവണേ അല്ലാ. ഭർത്താക്കന്മാര് മരിച്ചുപോയവരുണ്ട്, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾ ഇതിനു വേണ്ടി സദഖ ചെയ്തവരുണ്ട്, അങ്ങകലിരിക്കുന്നവർക്ക് നീ അർഹമായ ബറക്കത്ത് നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ നിൽക്കുന്ന വയോവൃദ്ധന്മാർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, യുവാക്കൾ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അവസാനം മാറടി മണ്ണിൽ കൊണ്ടുപോയി അടക്കുമ്പോ, കബറിന്റെ ഉള്ളിൽ ഞങ്ങൾ കിടക്കുമ്പോ, ഇതിനെ ഞങ്ങളെ കബറിന്റെ വെളിച്ചമാക്കണേ റബ്ബേ. പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ അരിശിന്റെ തണല് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, വിവാഹപ്രായമെത്തിയ പെൺമക്കൾക്ക് അനുയോജ്യരായ വരന്മാരെ നൽകണേ അല്ലാ. അങ്ങകലെ നിന്ന് പഠിക്കുന്നവരുണ്ട്, പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, റിസൾട്ട് വന്നവരുണ്ട്, അർഹമായൊരു ഭാവി അവർക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഹംദാനെ സഹായിച്ചവർ, ഓരോ ഹാഫിളീങ്ങളെ ഏറ്റെടുത്തവർ, ഓരോ ഗഡുക്കളിന് കയ്യിൽ തന്നവരുണ്ട്, അവരെ ഒക്കെ നീ അവരുടെ മക്കളെ ഏറ്റെടുക്കണേ റബ്ബേ. നൂറുകണക്കിന് ഹാഫിളീങ്ങൾ ഖുർആൻ ഓതുമ്പോ ഓരോ ഹർഫിന്റെ പ്രതിഫലവും അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നമ്മുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ചെറുതും വലുതുമായ സദഖ ചെയ്തവർ, വർക്കുകൾ നടത്തിയവർ, ഇതിനെ ഇതുവരെ എത്തിക്കാൻ അഹോരാത്രം പാടുപെട്ടവർ, ആരെയും നീ കൈവിടല്ലേ അല്ലാ. ഈ പള്ളി നാളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന പള്ളിയാക്കണേ റഹ്മാനേ. സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രിയപ്പെട്ട ഷാൻ സാഹിബ്, ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. തുടങ്ങുന്നതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹംദാനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ. ഒരിറക്ക് വെള്ളമുണ്ടെങ്കിൽ സഹായിച്ചവർ നീ സഹായിക്കണേ അല്ലാ. ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റബ്ബേ. ദുആകളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. على النبي المصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മൾ ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുക.